ചേച്ചി 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 ഹായ് ഗൈസ്, അങ്ങനെ നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് വന്നാണ്. സർവേ ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഇവിടെ അടുത്തൊരു കായലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സേവ് ദ ഡേറ്റിക്ക് പറ്റിയ ഒരു എൻവയോൺമെന്റ് ആണിത്. മഞ്ജുമയുടെ കല്യാണം ഇവിടെ വെച്ചായിരിക്കും കേട്ടോ. എല്ലാവർക്കും മഞ്ജുമയ്ക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെയാണെന്ന് തോന്നും എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സൗകര്യമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അടുത്തൊരു ക്ഷേത്രമുണ്ട്, അമ്പലം, നല്ല അമ്പലം. നമുക്കൊരു കുറെ മാങ്ങ കിട്ടി. ചൂട് കാരണം മാങ്ങയൊക്കെ ഒപ്പിച്ച് പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഉപ്പ് ഒപ്പിച്ച് മുളക് പൊടി കിട്ടിയില്ല. പിന്നെന്തായാലും ഉപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വ്യൂ ഒക്കെ കൊള്ളാം, പക്ഷെ നല്ല ചൂടുണ്ട്. ഇപ്പം ചെറിയ കാറ്റുണ്ട്. എന്നാലും നമ്മൾ നടന്നതിന് വേണ്ടി ഇത്രയും നല്ലൊരു വ്യൂ കാണാൻ പറ്റി. അതിൽ സന്തോഷമുണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ ഒരുപാട് ഈ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇത്. പിന്നെ ഒരുപാട് വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. കുറേ ചെടികളുണ്ട്, പേരറിഞ്ഞൂടാത്ത കുറേ ചെടികൾ. ഗൈസ്, നമ്മൾ ഈ മരം കണ്ട് ഇതിലൊരു ഓറഞ്ച് കാണാൻ പറ്റുമോ? എന്തുകൊണ്ട് ഈ ചെറിയ കായുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഗൈസ്, നമ്മളിവിടെ ഷഹാന മാഡം ഉണ്ട്. മാഡം വിചാരിച്ചാൽ നമ്മൾ ധൈര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ വന്നത്. മാഡത്തിന് ഡിസ്കസ് കിട്ടുന്നോ നമ്മളെ കൊണ്ടിവിടെ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് നമ്മൾ ഈ നിൽക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. ഇന്നലെ നമ്മൾ സർവേക്ക് വന്നില്ലായിരുന്നു. ഇന്നലെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഇട്ട് നമ്മളുടെ ഒരു മാത്രം. ബാക്കിയല്ല ബോറായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ പൊളിച്ചു. നമ്മൾ സെക്കൻഡ് ഇയറിൽ പോയത് കല്ല ഗൈസ്. സർവേ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് ഗൈസ്. സെക്കൻഡ് ഇയർ ഭയങ്കര ശോകമായിരുന്നു. കുറെ റബ്ബർ ഗാർഡ് അല്ലാതെ ഒന്നും നമ്മൾ സർവേക്ക് പോയിട്ട് കണ്ടില്ല. ഇവിടെ നല്ല സൂപ്പർ ഗാർഡനാണ്. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. മാങ്ങയൊക്കെ ശരിക്കുണ്ട്. പക്ഷെ മാങ്ങ ചോദിക്കാൻ ഒരു പേടി. ഇപ്പം തന്നെ ഓൾറെഡി കുറേ കയ്യിലുണ്ട്. അതും കൂടി കാണുമ്പോൾ ഇപ്പം തന്നെ തരും. മഞ്ജുമയ്ക്ക് പക്ഷെ ഇനിയും മാങ്ങ വേണമെന്നാണ് പറയുന്നത്. ആ ചിരി കണ്ടില്ലേ? നമുക്ക് ആ മാവൻ്റെ കൂടെ ചോദിച്ചു നോക്കാം. എന്താണെന്നൊന്നും അറിയാൻ. അവിടെ ഒരെണ്ണം പഴുത്തിരിക്കുന്നു. അത് പുഴു കാണുമായിരിക്കും ഈ സമയത്ത്. പറിക്കുന്നേ പറിച്ചു. അവർ ഒന്ന് രണ്ടെണ്ണേ പറിക്കില്ല. അവരൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടി. അങ്ങനെ മഞ്ജിമ വിചാരിച്ചത് നടന്നിരിക്കുകയാണ്. മാമനെ സോപ്പിട്ട് മാങ്ങ അറിഞ്ഞു മാറ്റാൻ പോവാണ് മഞ്ജിമ. യെസ്, പഴുത്ത മാങ്ങ കിട്ടി ഗൈസ്. മാഡം പുതിയൊരു ഐറ്റം കണ്ടുപിടിച്ചേക്കാണ്. കഴിക്കാന്നൊക്കെയാണ് അങ്കിള് പറഞ്ഞത്. കഴിക്കാമോ അങ്കിള് ഇത്? നമുക്ക് ഉറപ്പില്ല അങ്ങള് കഴിച്ചിട്ടുണ്ടായില്ലെന്ന്. ഇതാണ് ഗൈസ് ആ സംഭവം. ഇത് കഴിച്ചു നോക്കാം. എന്ത് കഴിക്കുന്നതാണെന്നാണ് മാം പറയുന്നത്. ഗൈസ്, ഇതിൻ്റെ പുളിപ്പാണുള്ളത്. ചെറിയ മധുരമുണ്ട്. കൊള്ളാം. നെല്ലിക്കയുടെ ഒരു ടേസ്റ്റ്. ഇത്രയും സപ്പോർട്ടീവ് വളർത്തണം മാഡത്തിന് എവിടെ കിട്ടും? പുതിയ കാ കണ്ടെത്തി പറിച്ചു കൊടുക്കുന്ന മാഡം. എന്നെ തൂക്കം അവിടെ പ്രിൻസിപ്പൾ. മാഡത്തിന് ഉടനെ ഒരു ഡിസ്കസ് നടക്കാം.
കാണാൻ ഒരു കുഞ്ഞു ഓറഞ്ച് പോലെ ഉണ്ട്. മതിയല്ല, ഞാൻ നല്ലും പറിച്ചത് നമുക്ക് പോവാം. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. കല്യാണം നടത്തി ഇവിടെ 25,000 രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ. പക്ഷെ ഡെക്കറേഷൻ നമ്മൾ നടത്തണം. സ്ഥലത്തിന് 25,000. കൊള്ളാം. മഞ്ജു ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. സേവ് ദ ഡേറ്റ് ഇവിടെ മേഘരാജി തിരക്കുന്നു. പിന്നെ വല്ലതും കൊണ്ടുവന്നു. സർവേക്ക് ക്ഷീണിച്ചു വന്ന നമ്മളോട് ഒന്നും കൊണ്ടുവന്നില്ല. ഒന്നുമില്ലായിരുന്നു. പക്ഷെ നല്ല സ്ഥലമായിരുന്നു. നമ്മൾ നൈസായിട്ട് അവളുമാരെ പറ്റിച്ച് നമ്മളൊന്നും മാങ്ങ കിട്ടില്ല, ഒന്നും കിട്ടിയില്ല. വിഷമിച്ചിരിക്കണം എല്ലാം ഉണ്ടോ. സർവേയെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഗൈസ്, നമ്മൾ മാങ്ങ കൊണ്ടുവന്നില്ലെന്നുകൊണ്ട് പിണങ്ങിയാണ്. ഇത്രയും ഉള്ളു ചങ്ക് ഒക്കെ. ഒരു മാങ്ങയില്ലെന്ന് കൊണ്ട് പിണങ്ങി. ഇതോടെ കിടന്ന് കുരയ്ക്കുന്നു. അതാണ് നമ്മൾ നിങ്ങൾക്ക് ആ കഥ പറഞ്ഞു തരുന്നതാണ്. അത് കേട്ട് ആസ്വദിക്കുക. എന്തുവാടി സാധനങ്ങള്? എന്തോന്നടി ഉപ്പ? വെള്ളം കുടിച്ച് ആശ്വസിക്കുകയാണ് നവ്യ ബിൻസൺ. മാങ്ങയാണെന്ന് വേണ്ട മക്കൾ ആ വെള്ളം അങ്ങോട്ട് വയലോട്ട് ഒഴിച്ചാൽ. പായസോ? ഈ ഫോണിപ്പോ തെങ്ങും പറയാൻ കിടക്കും. നിന്റെ വ്ലോഗ് ഇന്നത്തോട് തീർന്നില്ല. എനിക്ക് മാങ്ങയില്ല, ഞങ്ങൾക്കൊരു തേങ്ങ. നമുക്ക് പോകുന്ന വഴി മൽബറി മേടിക്കാം. ഇവിടേക്ക് ഇവിടെ കൊതിപ്പിക്കാം. ഇടി നീ മുഖത്തുനിന്ന് സാധനം എടുത്ത് മാറ്റി. നീ കാണുമ്പോ നിന്റെ വ്ലോഗ് ഡിസ്ലൈക്ക് കൊണ്ടുവന്നാണ് ഗൈസ്. ഒരു പുളിയുള്ള സാധനം എങ്കിലും കൊണ്ട് തന്നോണ്ട് നന്ദിയില്ലാത്തോടൊന്നും വിളിക്കുന്നില്ല ഞാൻ. ഒരു തരം ഓസ്ട്രേലിയൻ പഴമാണ് ഗൈസ്. ഇത്രയും ഹൈടെക് സാധനമാണ് ഞാൻ കൊണ്ടുവന്നത്. ഇവിടെമാരെ കണക്ക് മാങ്ങയില്ല. 25,000 രൂപയുടെ ആ റിസോർട്ടിൽ സൂപ്പർ വ്യൂ. ഡെക്കറേഷൻ ഒന്നുമില്ല, സ്ഥലത്തിന്റെ വില. ഈ വീട്ടിൽ ആരെങ്കിലും അപ്പഴേ വന്ന സർപ്രൈസ് ആണെന്ന്. സ്നേഹം കണ്ടില്ലേ? ഇത്രയും നേരം ഇതൊന്നും അല്ല പറഞ്ഞത്. വേണ്ട. എടി അതൊരു വീട്ടിനകത്തുനിന്ന് കൊണ്ടുവന്നേണ് കവറി. അവർക്ക് ആരാ കൊടുത്തത്? നമ്മൾ പറക്കിയതല്ല. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് കഴിഞ്ഞ് കോളേജിൽ വന്ന് ചോറൊക്കെ കഴിച്ച് ഇപ്പം നമ്മൾ നാരങ്ങളും മേടിച്ചു കുടിക്കണം. ഈ നാരങ്ങളത്തിൻ്റെ കളർ നോക്കിയാണ് ആ പെണ്ണുമ്പുള്ള തണ്ണി മൊത്തം കഴിയത് അതിൻ്റെ തണ്ണി മൊത്തം അടിച്ചത് കഴുകാതെ നമുക്ക് നാരങ്ങൾ ആദ്യം അടിച്ചു തന്നു. എന്നിട്ടാണ് ഇവിടുത്തെ സ്പെഷ്യലാണ്. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, കൊള്ളാം. നന്ദയ്ക്ക് മിണ്ടാൻ പോലും വയ്യ. നാരങ്ങ വെള്ളത്തിന് ഇപ്പം വില കൂടി. 15 കടന്ന 20 അത് പറഞ്ഞതിന് അവർ അടിച്ചില്ലെന്നേ ഉള്ളൂ.
നാരങ്ങയുടെ വിലയെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അല്ല നാരങ്ങയ്ക്ക് വില കൂടി നോക്കി നമുക്ക് നാരങ്ങയുടെ തൊലി വെച്ചിട്ടല്ലേ അരിച്ചു വന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ പിടിച്ച് കളഞ്ഞതായിട്ട് അരിച്ചിട്ട് നമുക്ക് അടിച്ചു വന്നു. കിളവി നമ്മളെ പറ്റിട്ട് അറിയാല്ല, നമ്മളെ പറ്റിച്ച് ജീവിക്കുന്നത്. പിന്നെ ഈ ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ട് മേടിച്ചല്ലേ പറ്റൂ. അതെ, തണ്ണിമത്തൻ ജ്യൂസ് മേടിക്കാന്ന് വെച്ചാൽ 1 കപ്പിന് 60 രൂപ. ഇന്ന് വന്നത് തന്നെ 60 രൂപ. മുതലാളിയുടെ അക്കൗണ്ട് ലക്ഷ്മിപ്രിയ 3 മിസ് കോൾ.